നമസ്കാരം. അപ്പോൾ നമ്മുടെ ഈ ചാനലിലാണ് എല്ലാവരോടും കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വേറൊന്നുമില്ല. അപ്പോൾ നമ്മൾ 2 ദിവസം മുമ്പ് നിങ്ങൾക്കറിയാം ഇന്നോവ കാർസിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. അപ്പം അതിൻ്റെ അത്യാവശ്യം നല്ല തെറിവിളിയും വ്യക്തിപരമായിട്ടും കമൻറ്റ് വഴിയും ഒരുപാട് പേരെ ഫോൺ ചെയ്തൊക്കെ ഒരുപാട് പേര് തെറി വിളിച്ച് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഒരുപാട് രീതിയിൽ സംസാരിച്ചായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു മാസം ഡിലീറ്റ് ഇട്ടിരുന്നതാണ് വീഡിയോ ചെയ്യാതെ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരുപാട് പേര് കമൻറ്റ് വഴിയും പേഴ്സണലായിട്ട് മെസ്സേജൊക്കെ അയച്ച് എന്തുകൊണ്ട് ചെയ്യുന്നില്ല, വേറെ ഷോറൂമാർ നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നതാണ് ചെയ്യാത്തത് എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് വിളിച്ചും കമൻറ്റ് വഴിയൊക്കെ ചെയ്താണ് വീണ്ടും ചെയ്ത വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് പ്രശ്നങ്ങൾ പിന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് പേര് പെരുമാറുന്നില്ല എന്ന് ഒരുപാട് പേര് പരാതി പറയുന്നുണ്ട്. വണ്ടികളുടെ അപാകത തീർച്ചയായിട്ടും അത് നമ്മളത്രയും വില കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഞാൻ വീഡിയോയിൽ പറയാറുണ്ട്. അപ്പം എന്താണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നല്ല ഷോറൂമുകളിൽ പോയിട്ട് ബാക്കിയുള്ള എല്ലാ നല്ല ഷോറൂമുകളും ഒരുപാട് കുറച്ചൊരു ക്വാളിറ്റിയുള്ള വണ്ടികൾ എല്ലാ ഷോറൂമിൽ പോയി ചെയ്യുന്നുണ്ട്. അപ്പം പക്ഷേ എന്ത് സംഭവിച്ചു പറഞ്ഞാൽ എല്ലാവരും വില കൂടുതലെന്ന് പറഞ്ഞുകൊണ്ട് കയറി കമൻറ്റ് അടിച്ചിട്ട് ആ വീഡിയോ നശിച്ചു പോകും. നിങ്ങൾക്കറിയാം 2000, 3000, 4000 വ്യൂസ് മാത്രമേ വീഡിയോസിന് വരുന്നുള്ളൂ. പക്ഷേ ആ വണ്ടികളൊക്കെ നല്ല വണ്ടികളാണ്. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ഇത്രയും വില കുറഞ്ഞ വണ്ടിയിലെടുത്ത് ഇപ്പോൾ 10-30,000 രൂപയ്ക്ക് വണ്ടി എടുത്തിട്ട് 20,000 രൂപ പണിയുന്നേക്കാളും നല്ലതായിരിക്കുമല്ലോ ഒരു 40,000 രൂപ നല്ല വണ്ടി വാങ്ങുന്നത്. അപ്പം അതിനേക്കാളും അതായിരിക്കും ബെറ്റർ. അപ്പം നമ്മളതിന് തന്നെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അല്ല ഒരിക്കലും നമ്മൾ പിന്നെ വില കുറഞ്ഞ ആൾക്കാരിങ്ങനെ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളും സനൂപിനായാലും ഇതേ അവസ്ഥയിലാണ്. സനൂപിനോട് സംസാരിച്ചിട്ടുണ്ട്, നമ്മുടെ കൊല്ലത്ത് വീഡിയോ സനൂപ്. പുള്ളി ഇത് തന്നെ പറയുന്നത്. അപ്പം നിങ്ങളിങ്ങനെ വില കുറഞ്ഞ ഷോറൂമുകൾ നോക്കും, അപ്പോൾ നിങ്ങളെ കാണിക്കാനായിട്ട്. അപ്പോൾ വില കുറഞ്ഞ ഷോറൂമുകൾ നോക്കുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് പ്രശ്നം. അപ്പോൾ വില കുറയുമ്പോൾ എന്തുകൊണ്ടായിരിക്കും വില കുറയുന്നത്? സ്വാഭാവികമായിട്ടും വണ്ടിക്ക് പ്രശ്നങ്ങളോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലേ വില കുറയുന്നത്. അല്ലാതെ നല്ല വണ്ടികൾ ഇപ്പോൾ നമ്മൾ കോഴിക്കോട് പോയാലും മലപ്പുറത്ത് പോയാലും ഏത് ജില്ലയിൽ പോയാലും നല്ല വണ്ടികൾക്ക് എല്ലാ സ്ഥലത്തും വിലകളുണ്ട്. അപ്പം അത് കുറച്ച് വില കൂടുതലായിരിക്കാം, പക്ഷേ അപ്പം അത്ര നല്ല വണ്ടികളാണ്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ നല്ല വണ്ടികളെന്ന് തോന്നുന്ന വണ്ടികൾ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അവരുടെ ഷോറൂമിൻ്റെ ക്രെഡിബിലിറ്റി പോയിരിക്കാനായിട്ട് അവർ നല്ല വണ്ടികളാണ് കൊടുക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും മനസ്സിലാക്കുന്ന ഒരു കാര്യം, അപ്പം നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ നല്ല ഷോറൂം കാണിക്കുമ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പം ചിന്തിക്കുക, നല്ല വണ്ടികളാണ്, അപ്പം വില കുറച്ച് കൂടിയാലും നല്ല വണ്ടികളായിരിക്കുമല്ലോ എന്നൊന്ന് ദൈവത്തോടൊന്ന് മനസ്സിലാക്കണം. അപ്പം നമ്മളിങ്ങനെ മറ്റേ വീഡിയോകളൊക്കെ റീച്ച് കയറാതെ വരും, അല്ലെങ്കിൽ ആൾക്കാർ കാണാതെയും വില കൂടുതലെന്ന് കമൻറ്റ് ചെയ്ത് പോകുമ്പോഴും നമ്മൾ ചിന്തിക്കുക. അപ്പം നമുക്കും വിചാരിക്കുന്നത് അപ്പം പിന്നെ വില കുറഞ്ഞ വണ്ടി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനത്തെ ഷോറൂമുകൾ വീഡിയോ ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, അപ്പം ഒരുപാട് വില കുറയുമ്പം തീർച്ചയായിട്ടും അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യം മനസ്സിലാവും. പിന്നെ ഇത്രയും വണ്ടിയുടെ പിന്നെ ഇപ്പോൾ ഒരുപാട് ഇഷ്യൂ വന്നു. ഇപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് ഒരുപാട് പേര് എന്നെ തെറി വിളിച്ച് നിൻ്റെ വീഡിയോ എവിടെ നിൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരെ വിളിക്കും. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ അവസാനത്തെ വീഡിയോയിലും പ്രശ്നം വന്നു. വീഡിയോ ചെയ്യേണ്ട ഒരു കാര്യം, അപ്പം നമ്മൾ നല്ല ഷോറൂമുകളിൽ ചെയ്യുമ്പോൾ എല്ലാവരും കയറി വില കൂടുതലെന്ന് പറഞ്ഞിട്ട് പോകും. അപ്പോൾ വണ്ടികൾ വീഡിയോ ഒന്ന് മുഴുവൻ കണ്ടു നോക്കണം. വണ്ടിയുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വണ്ടിയുടെ ക്വാളിറ്റി അതുണ്ടെങ്കിലാണ് അവർ ആ വില പറയുന്നത്. അവരും ഒരു പ്രോഫിറ്റ് എടുത്തായിരിക്കുമല്ലോ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ പ്രോഫിറ്റ് പിന്നെ ഈ പറഞ്ഞ പ്രൈസൊക്കെ കുറയ്ക്കും. ഈ പറഞ്ഞ നെഗോഷ്യബിളാണ്. ഈ ഫൈനലെന്ന് പറഞ്ഞാൽ പോലും എല്ലാവരും പോയിട്ട് അത് വേറെ താഴ്ത്തി തന്നെയാണ് വാങ്ങിക്കുന്നത്. ആരും ആ പറയുന്ന പ്രൈസ് കൊടുക്കാറില്ല. അപ്പം ഇത് പറയേണ്ട കാര്യം, അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ നല്ല ഷോറൂം വീഡിയോ ചെയ്യുമ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിച്ച് നമ്മളും അതനുസരിച്ചുള്ള വീഡിയോസ് ചെയ്യുള്ളൂ. അല്ല ഒരിക്കലും നിങ്ങളെ പറ്റിക്കണമെന്നോ അല്ലെങ്കിൽ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരുടെ പറ്റിച്ചിട്ടൊന്നും ഒരു ആഗ്രഹമില്ല. പിന്നെ ചെറിയ പേയ്മെൻറ്റ്സ് വാങ്ങിച്ചാൽ എല്ലാവരും ചെയ്യുന്നത്, അതേപോലെ ഞാനും വാങ്ങാറുള്ളൂ. എവിടെ നിന്നായാലും നമുക്ക് ജീവിച്ച് പോകണമല്ലോ കാര്യങ്ങൾ. യൂട്യൂബിൻ്റെ പൈസ വളരെ ഒരു 12,000, 11,000 രൂപ റേഞ്ചിലാണ് നമുക്ക് വരുന്നത്. ഇപ്പം സനൂപിനായാലും എല്ലാവർക്കും ഈ ഒരു കണ്ടൻറ്റിന് അത്രയൊക്കെ വരുള്ളൂ. പിന്നെ ഷോറൂമിൽ നിന്നുള്ള പേയ്മെൻറ്റ്സാണ് നമ്മളും ചെറിയ കാര്യങ്ങളും ജീവിച്ച് പോകേണ്ടത്. നമുക്കും വീട്ടിലെ കുടുംബവും കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരല്ലേ. അപ്പം അതാണ് സത്യം. അല്ലാതെ പൈസ വാങ്ങിച്ചുകൊണ്ട് പറ്റിക്കുക അങ്ങനെയൊന്നുമല്ല. അങ്ങനെ കുറേ പേര് പറഞ്ഞു പൈസ വാങ്ങിച്ചുകൊണ്ട് പറ്റിക്കുകയാണ്, അതൊന്നുമല്ല. അപ്പം നമുക്ക് പിന്നെ കുറച്ചുകൂടി റീച്ച് കിട്ടണം ആൾക്കാരെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനത്തെ ഷോറൂം വേണ്ടി പോകേണ്ടി വരുന്നത്. അപ്പം നല്ല ഷോറൂം ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മളെ സഹായിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല ഷോറൂം വേണ്ടി ചെയ്യും. അപ്പം ചിന്തിക്കുക, കുറച്ച് വില വ്യത്യാസം വരുമ്പോൾ സ്വാഭാവികമായിട്ടും വണ്ടി നല്ല വണ്ടികളായിരിക്കും, എടുത്തിട്ട് പണി ഉണ്ടാവില്ല. അപ്പം ചെറിയ പണികളൊക്കെ ചെയ്യേണ്ടി വരും, അല്ല മേജർ ഇഷ്യൂ ഒന്നും കാണില്ല. പേപ്പറൊക്കെ കറണ്ട് ആയിരിക്കും. ഈ ഒരു കാര്യം പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എല്ലാവരും നമ്മുടെ ചാനൽ കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം.